ബാഗി പാൻസും ഓവർസൈസ് ടീഷർട്ടുകളും നിങ്ങളെ സ്റ്റൈലിഷ് ആക്കൂ? ഒരിക്കലും ഇല്ല. നിങ്ങൾ ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഡ്രസ് ചെയ്യാതെ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഡ്രസ്സിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി 2 സ്റ്റെപ്പ് ചെയ്യാൻ പറഞ്ഞതിന് ഫസ്റ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് യുവർ ബേസിക് ഗുഡ് ഫിറ്റിലുള്ള ക്ലോത്ത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഗുഡ് ഫാബ്രിക് ഉള്ള ക്ലോത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഗുഡ് ക്വാളിറ്റിയിലുള്ള ഫാബ്രിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് ഒരു പ്രീമിയം ടച്ച് വരും. സോളിഡ് കളേഴ്സിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോളിഡ് കളേഴ്സ് ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. അത്യാവശ്യം ഫങ്കി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ നിങ്ങൾ ഡിഫറൻറ്റ് ആയിട്ട് ഡ്രസ് ചെയ്യാൻ പറ്റും സോളിഡ് കളേഴ്സ് ഉപയോഗിച്ച് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ പ്രോപ്പർ ആയിട്ട് പെയർ ചെയ്ത് ഔട്ട്ഫിറ്റ് ഇടാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കടിയസ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യുന്നതാണ്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോണ്ട് ഗോ ഫോർ ട്രെൻഡ്. ഒരു ട്രെൻഡി ആയിട്ടുള്ള ഐറ്റം വന്നു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഉപയോഗിക്കും. അങ്ങനെ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന സാധനം നിങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലും നിങ്ങൾ ഡിഫറൻറ്റ് ആയിട്ടിരിക്കത്തില്ല. സോ നിങ്ങൾ ടൈംലെസ് ആയിട്ടുള്ള ഫാഷൻ പീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്ന്, ഇത് നിങ്ങളുടെ മണി സേവ് ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് കാലം ഈ ഒരു ടൈംലെസ് ആയിട്ടുള്ള ഫാഷൻ പീസ് ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എക്സ്പെഷ്യലി ഈ ഓൾഡ് മണി കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് ഒക്കെ അങ്ങനത്തെ ഒരു സാധനമാണ്. സോ ടൈംലെസ് ആയിട്ടുള്ള ഫാഷൻ പീസ് ഉപയോഗിച്ച് എങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഐഡിയാസ് കിട്ടും.